കേറാൻ തന്നെയാണ്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ വൈഫ് ഹൗസിലേക്കാണ്. അതെ, എൻ്റെ വീട്ടിലേക്ക്. അവളോട് കുറച്ചടുത്ത, തലശ്ശേരി നിന്ന് വളരെ അടുത്താണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 15 മിനിറ്റും കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുക. പിലാത്ര എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം കണ്ണൂരെത്താനായിട്ടുണ്ട്. ഓൺ ദ വേ. എനിക്കൊരു ചോച്ചോ. നമ്മൾ തലശ്ശേരിയിൽ നിന്ന് എപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കയറിയിട്ട് എപ്പം ഡ്രിങ്ക്സ് അടിക്കണം. ഇതെനിക്ക് തോന്നുന്നു എത്ര മണിക്ക് ക്ലോസ് ചെയ്യാൻ അറിയില്ല. നമ്മൾ 12 മണിക്ക് വരുമ്പോൾ ഇവിടെ ഇതിപ്പോൾ ഓപ്പൺ തന്നെ ഉണ്ടാവാം. ചോച്ചോ ഒക്കെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിന് മുമ്പ് മറ്റേ ഇപ്പം നേരത്തെ കാണിച്ചിരുന്ന ഷോപ്പല്ലേ, അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. എന്തായാലും മുന്തിരി ചാറ് അല്ല, എന്താ മുന്തിരി സോഡ സംതിങ്. അത്ര എരിവൊന്നുമില്ല അല്ലേ, അത്ര എരിവില്ല. എന്നാലും ചെറിയ എരിവുണ്ട് കേട്ടോ. ഷോപ്പ് സ്പൈസി ഇല്ല. ഞാൻ ഇതിന് മുമ്പ് കുടിച്ചപ്പോൾ നല്ല സ്പൈസി ആയിരുന്നു. ടേസ്റ്റ് ഉണ്ട്. ഹായ് ഗൈസ്, ലൈവാണ്. ഈ സാധനം നീ എവിടെ വെച്ചിന്ന? ഇത് നീ എവിടെ കൊണ്ട് വെച്ചതാ? ഒരു വീക്ക് എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയതാണ്. നമ്മൾ അനിയത്തിക്കുട്ടിക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. എന്തെങ്കിലാവോ? രാവിലെ 11:30 ആയിട്ടോ. ഇന്ന് എണീറ്റാണെന്ന് 11:30. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടട. നമ്മള് പക്ഷേ മുട്ടടന്നല്ലേ പറയണൊക്കെ. മുട്ടടാൻ തന്നെയാ. നമ്മളിത് മുട്ടടാന്നൊന്നും പറയില്ല. നമ്മള് പറയുന്നത് മുട്ടപ്പം. അയ്യോ, അങ്ങനെ നമ്മളെ മുട്ടട റെഡി ആയിട്ടോ. എന്നാക്കും നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. 12 മണിയായി. സൺഡേ ആയതുകൊണ്ട് ഉമ്മാൻ്റെ നെയ്പ്പത്തലാണ് കേട്ടോ. കറി എന്തായിരുന്നു ഉമ്മ? മട്ടൻ കറി. നമ്മളിതാ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നത് പാലിക്കത്തട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ തളിപ്പറമ്പ് ലേഡീസ് സ്റ്റോറിലാണ് കേട്ടോ. ഞാനത് ചെറിയ ത്രെഡ് എടുക്കാൻ കയറിയതാണ്. അപ്പോഴും ഉമ്മ മോളും കയറിയിട്ടോ. ഇതൊക്കെയോ എടുക്കുന്നുണ്ട്. വേഗം പോകാലോ. റാണി എനിക്ക് അവർക്ക് ഇന്റർവ്യൂ എടുത്തോ? അതന്നെ.
ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചെറിയ മഴയൊക്കെ പൊടിയാൻ തുടങ്ങി. അങ്ങനെ റെയിൻ കോട്ട് സെറ്റാക്കാം. റാനിന്റെ കണ്ണുകൾ എടുത്തേക്കല്ലോ പോകുന്നുണ്ട്. അത് നല്ല കയറ്റം വന്നില്ലേ, അപ്പൊ ചേച്ചിക്ക് എന്തായാലും കേറാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബാഗിലിട്ടത്. ഇവിടെ രാവിലെ ഇവര് പറഞ്ഞു രാവിലെ നല്ല മഴയാ ഇവിടെ. അത് ആ ചേച്ചി പറയുന്നത് നമുക്ക് കണ്ണൂരൊന്നും ഇത്ര മഴയില്ല. ഇതെത്തുമ്പോഴത്തേക്ക് നല്ല കോടാട്ടോ. നല്ല മഴയുണ്ടായി രാവിലെ, നല്ല മഴയാണെന്നാ പറഞ്ഞു കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പൊ ഒന്ന് കുറച്ച് മഴ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നല്ല കോടയുണ്ട്. ഈ സൈഡൊക്കെ നോക്കിയേ, അവരെ സൈഡിൽ നിൽക്കുന്നുണ്ട്. കളേഴ്സ് കാണുന്നുണ്ടോ? 3 എണ്ണം. ഒന്ന് ഹായ് പറഞ്ഞ നിങ്ങളെ കാണുന്നില്ല. പക്ഷെ അവിടുത്തെ മഞ്ഞുകൊണ്ട് കാണാത്ത അത്ര ദൂരമൊന്നും ഇല്ല ശരിക്കും. ആ ഗെയിം മറ്റേ ഫിഷിന്റെ സ്പായില്ലേ അതുകൊണ്ടായിന്. ഏറ്റവും ടോപ്പിലെത്തുമ്പോഴത്തേക്ക് മഴയെല്ലാം നിന്ന് ഹോട്ടലിൽ ഊരി എടുത്ത് കെട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് കയറാനുണ്ട് കേട്ടോ. ഒന്നും കാണുന്നില്ല താഴോട്ടേക്ക്, ഫുള്ള് കോടയാ. ഇതിലൂടെ കൊറേ ചുറ്റുണ്ടേ. നമുക്കിവിടെ ഇങ്ങനെ പേര് എഴുതി വെച്ചാലോ. കൊറേ പേര് അത് മതിയോ? ആരാ ഇതെന്നാ? റാനിയാ? ഇതിന് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കലൊന്നുമില്ല. പേര് റാണി എഴുതാൻ പറ്റൂല. വേറെ കല്ലെടുക്കേണ്ടി വരും. ഇതാണ് അവിടെ കൊറേ നെയിം എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. പേരെഴുതുന്ന മത്സര രണ്ടൊക്കെ കിട്ടോ? റാണി നിശാങ്ക എഴുതി. ആ എടാ ഇക്കാക്ക കുറച്ച് വലിയ കല്ലെടുത്തിന്, അതുകൊണ്ടാ. നീ ചെറിയ കല്ലെടുത്തോണ്ടാ. നമ്മളിവിടെ എത്തിയപ്പോൾ KSRTC ബസ്സുണ്ട് കേട്ടോ. ഇവിടെ കാനങ്ങാട് സ്റ്റാർട്ടായിട്ട് കറക്റ്റ് ഇവിടെ പാലക്കന്തട്ട് വരെ. എന്നാലും നമ്മളെ ഡൗട്ട് ഈ ബസ് എങ്ങനെ കയറിയെന്നുള്ളതാണ്. ഉല്ലാസയാത്ര ആണ് കേട്ടോ ബസ്സിൻ്റെ ഇതിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ശ്രീണ്ടാവരം എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്, ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൽ. അവിടത്തേക്ക് നമ്മൾ പോയത്. അവിടെ എത്തുമ്പോഴേക്കാണെങ്കിൽ അവിടുത്തെ അലിമോൻ്റെ കാണാൻ തോന്നി ഈ തോക്ക്. പിന്നെ അതിനോടായി എല്ലാവരും കളി. ഇല്ല റാണി വെള്ളം തീർന്നിട്ടാ. ഇത് നമ്മളെ വീട്ടിലൊരു കലാകാരനുണ്ട് കേട്ടോ. നമ്മളെ ഞൂമ്മ വരച്ചിരിക്കുന്നതാണ്. നൈസല്ലേ? ആ കലാകാരനെ നിങ്ങൾക്ക് കാണണോ? ഇതല്ല കലാകാരൻ എവിടെയാ? ഇത് നമ്മളെ കലാകാരൻ ഇവിടെയല്ലേ? അപ്പോൾ ബൈ. See you in another video.